ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ 65 ആണ്. അതായത് ചിക്കൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കപ്പ കൊണ്ട് ഒരു 65 ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പീസ് കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് 1-2 കപ്പൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെറിയ 2 പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് നല്ല ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വലിയ പീസാക്കണ്ട, ചെറിയ പീസാണ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങനെ വെന്ത് നമ്മളത് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് പൊട്ടിപ്പോകുന്ന രീതിയിലാക്കി എടുക്കരുത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അത് ഊറ്റി അവിടെ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ആ നേരം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലിന് എടുക്കാൻ നോക്കുക. അപ്പോൾ ഒരു കളറും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, എരിവും ഉണ്ടാവില്ല. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാല, ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂണ് വിനെഗറാണ് കേട്ടോ, സുറുക്കല്ല, അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ മസാല ഒന്ന് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, ഒരുപാട് ലൂസാക്കാതെ മസാല നല്ല തിക്കായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ആ കപ്പയും അങ്ങനെ നന്നായിട്ട് മസാല പറ്റി പിടിച്ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് കപ്പയും മസാല ഉണ്ടാവില്ല. അപ്പം നല്ല തിക്കായിട്ട് തന്നെ മസാല ആക്കി എടുക്കുക. ഇനി നമുക്ക് വേവിച്ച് വെച്ച കപ്പയല്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കപ്പ വേവിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കപ്പ നമ്മൾ പിടിക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ള എള്ളില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ നിർബന്ധമില്ല, ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാല നന്നായിട്ട് ഈ കപ്പയമ്മ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് കേട്ടോ. അതുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഇതേപോലെ കട്ടിയിൽ തന്നെ മസാല ഉണ്ടാക്കാൻ നോക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് നമുക്ക് വേണ്ട. അത് ഞാൻ കുറച്ച് ലേറ്റ് ആയതാണ്. നമ്മൾ പൊടികളൊക്കെ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് മസാല കൂട്ടിയാൽ മതി. ഞാൻ ഒന്ന് ലേറ്റ് ആയി പോയത് കേട്ടോ ഇടാൻ. എന്നിട്ട് ഇപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഈ കപ്പയമ്മ നന്നായിട്ട് അത് പറ്റി പിടിക്കുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ കപ്പ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതുമ്പോൾ നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് സെറ്റായി പിടിക്കും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ടൈം ഇല്ല, അർജൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നല്ല കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ചെയ്യും. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ലേ, നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കില്ല, അതേപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ഒറ്റ ട്രിപ്പിന് ഇടാനുള്ളതന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒറ്റ ട്രിപ്പ് ഇട്ട് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയത്തിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളക് നടുകീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറിവേപ്പില എന്തായാലും ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ മസാല കൂട്ടിയതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് വേണം. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ നമുക്ക് കപ്പയാണെന്ന് തന്നെ മനസ്സിലാവും. ഒരു പൊട്ടറ്റോ ഫ്രൈയോ അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമ്മളിതാ ഫ്രൈ ആയി വരുന്നിട്ടുണ്ട്. ഇനി കുറേശ്ശെ എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എടുത്താൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ചിക്കൻ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ് ഉള്ളൊക്കെ നല്ലതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കറക്റ്റ് വേവിൽ തന്നെ എടുക്കാൻ നോക്കുക. ഒരുപാട് അവിടെ ഉടഞ്ഞു പോകരുത്. അപ്പോൾ ആകാണ്ട് പൊട്ടി പോവുള്ളൂ. അപ്പോൾ കറക്റ്റ് വേവിൽ തന്നെ എടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.